ശ്രീനിവാസൻ മരിച്ചിട്ടില്ല. ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരൻ മലയാള സിനിമയ്ക്ക്, മലയാള സമൂഹത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ശ്രീനിവാസന്റെ സിനിമകളിലെ സന്ദർഭങ്ങളും ശ്രീനിവാസന്റെ സിനിമകളിലെ ഡയലോഗുകളും മലയാളികളുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും വരാറുണ്ട്. മലയാളികളുടെ മനസ്സിൽ ശ്രീനിവാസൻ ഒരിക്കലും മരിക്കാത്ത ഒരു ഓർമ്മയായി, ഒരിക്കലും മരിക്കാത്ത ഒരു വ്യക്തിപ്രഭാവമായി നിലനിൽക്കും. ശ്രീനിവാസനെ പറ്റി അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തും സംവിധായകനുമായ സത്യൻ അന്തിക്കാട് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഒരു ട്രെയിൻ യാത്രയാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു ഞാൻ. വെഞ്ചാമരം പോലെ നരച്ച മുടിയുള്ള പ്രൗഢയായ ഒരു സ്ത്രീ അടുത്തു വന്ന് പരിചയപ്പെട്ടു. ഒരു പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത അധ്യാപികയാണ്. സംസാരത്തിനിടയിൽ അവർ ചോദിച്ചു, മലയാളത്തിലെ ഏറ്റവും നല്ല തിരക്കഥാകൃത്ത് ആരാണ്? സ്വാഭാവികമായി ഞാൻ MDയുടെ പേര് പറഞ്ഞു. പത്മരാജനും ലോഹിതദാസും തൊട്ടടുത്ത് വരുമെന്നും. ഒരു ചെറിയ ചിരിയോടെ അവർ പറഞ്ഞു, ശരിയായിരിക്കാം, പക്ഷേ മലയാളിയുടെ മനസ്സ് ഏറ്റവും കൂടുതൽ തൊട്ടറിഞ്ഞ എഴുത്തുകാരൻ ശ്രീനിവാസനാണ്. ചിരിപ്പിക്കുന്ന നടനായതുകൊണ്ട് എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മികവ് പലരും കാണാതെ പോകുന്നു. എന്നിട്ട് ചിന്താവിഷ്ടയായ ശ്യാമളയിലെയും വടക്കുനോക്കി യന്ത്രത്തിലെയും സന്ദേശത്തിലെയും വരവേൽപ്പിലെയും കഥാപാത്രങ്ങളുടെ ശക്തിയെപ്പറ്റി അവർ പറഞ്ഞു. നാടോടിക്കാറ്റിലെ ദാസനും വിജയനും കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളെപ്പറ്റി പറഞ്ഞു. വളച്ചുകെട്ടില്ലാത്ത സംഭാഷണങ്ങളെപ്പറ്റി പറഞ്ഞു. സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു അധ്യാപികയുടെ നിരീക്ഷണമാണ്. എനിക്ക് അത്ഭുതം തോന്നിയില്ല. അവർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ ശ്രീനിവാസനെ എന്നും ചേർത്ത് നിർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ശ്രീനിവാസൻ ഒരേ സമയം എൻ്റെ സുഹൃത്തും ഗുരുനാഥനുമായിരുന്നു. ശ്രീനിവാസനിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ സ്വയം തിരക്കഥ എഴുതുമ്പോഴും മറ്റുള്ളവരുടെ തിരക്കഥകൾ സിനിമയാക്കുമ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. ആത്മാർത്ഥതയില്ലാതെ ഒരു വാചകം പോലും ശ്രീനി എഴുതിയിട്ടില്ല. എഴുതാമെന്ന് സമ്മതിച്ച തിരക്കഥകളിൽ നിന്ന് പോലും തനിക്ക് പറ്റുന്നില്ലെന്ന് തോന്നിയാൽ ഓടി രക്ഷപ്പെടാറുണ്ട്. അതെൻ്റെ അനുഭവം കൂടിയാണ്. കുടുംബപുരാണം എന്ന സിനിമയുടെ ആദ്യത്തെ തിരക്കഥാകൃത്ത് ശ്രീനിവാസനായിരുന്നു. അന്ന് അഭിനയിക്കാനും എഴുതാനും വളരെയേറെ തിരക്കുകളൊന്നുമില്ലാത്ത കാലമാണ്. സംസാരം അത് മിൻസാരം എന്ന തമിഴ് സിനിമയുടെ കഥയിൽ നിന്നാണ് തിരക്കഥ രൂപപ്പെടുത്തേണ്ടത്. ശ്രീനിവാസൻ ആ സിനിമ കണ്ടിട്ടില്ല. ആശയം പറഞ്ഞപ്പോൾ ഇഷ്ടമായി എൻ്റെ കൂടെ വന്നതാണ്. കോഴിക്കോട്ട് അളകാപുരി ഹോട്ടലിലെ കോട്ടേജിലിരുന്ന് ഞങ്ങൾ അതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചു. ശ്രീനി കൂടെ ഉണ്ടാകുമ്പോൾ സ്ക്രിപ്റ്റിനെ പറ്റി എനിക്ക് പേടിയില്ല. പ്രൊഡ്യൂസറെ വിളിച്ച് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തു. ബാലചന്ദ്ര മേനോനും തിലകനും അടക്കമുള്ള നടീനടന്മാരുടെ ഡേറ്റൊക്കെ വാങ്ങി. ഷൂട്ടിങ്ങിനുള്ള സമയമാകാറായിട്ടും തിരക്കഥ എഴുത്ത് പുരോഗമിക്കുന്നില്ല. 10-15 സീനുകൾക്കപ്പുറത്തേക്ക് കഥ വികസിക്കുന്നതേയില്ല. തമിഴ് സിനിമയുടെ കാസറ്റ് എൻ്റെ കയ്യിലുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ എന്ന് ഞാൻ ചോദിച്ചു. സിനിമ കണ്ടാൽ അത് വെറുമൊരു റീമേക്കായി പോകുമോ എന്ന പേടിയുള്ളത് കൊണ്ടാണ് ശ്രീനി അത് കാണാതിരുന്നത്. പക്ഷേ മറ്റു വഴികളൊന്നും തെളിയാത്തത് കൊണ്ട് പടം കാണാൻ തന്നെ തീരുമാനിച്ചു. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്ന് സംസാരം അത് മിൻസാരം പൂർണ്ണമായി കണ്ടു. തിരിച്ചെത്തുമ്പോൾ രാത്രിയായി. ശ്രീനി ഒന്നും മിണ്ടുന്നില്ല. അറിയാവുന്ന കഥയായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വേവലാതിപ്പെട്ടുമില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ ഉണരുമ്പോൾ കാണുന്നത് ശ്രീനിവാസൻ കുളിച്ച് വേഷം മാറി പെട്ടി പാക്ക് ചെയ്യുന്നതാണ്. എന്ത് പറ്റിയെന്ന ചോദ്യത്തിന് മറുപടി പറയാതെ റിസപ്ഷനിൽ വിളിച്ച് തലശ്ശേരിക്ക് പോകാൻ ഒരു കാർ വേണമെന്ന് പറയുന്നു. വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കാണുമെന്ന് ഞാൻ സംശയിച്ചു. തിരക്കിട്ട് കാറിൽ കയറുന്നതിന് മുൻപ് ശ്രീനി പറഞ്ഞു, ഈ കഥയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയാണ്. ജീവൻ വേണമെങ്കിൽ നിങ്ങളും രക്ഷപ്പെട്ടു. ഇതിൽ നിന്നൊരു സിനിമയുണ്ടാക്കാൻ പറ്റില്ല. മറുപടിക്ക് കാത്തു നിൽക്കാതെ ശ്രീനി പോയി. ഞാൻ നടുക്കടലിലായി. ആ തമിഴ് സിനിമയുടെ കഥയിൽ നല്ലൊരു ആശയമുണ്ടെന്ന് എനിക്ക് അപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു. പ്രൊഡ്യൂസറെ വിളിച്ച് ഷൂട്ടിംഗ് ഡേറ്റൊക്കെ മാറ്റി ഞാൻ ലോഹിതദാസിനെ സമീപിച്ചു. നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. കഥ കേട്ടപ്പോൾ ലോഹി പറഞ്ഞു, എനിക്കും ആ സിനിമ കാണണ്ട. സത്യൻ പറഞ്ഞ കഥയിൽ നിന്ന് നമുക്കൊരു തിരക്കഥ ഉണ്ടാക്കാം. അതിനുള്ള മരുന്ന് ആ കഥയിലുണ്ട്. ലോഹിതദാസ് അത് മനോഹരമായി എഴുതി. ശ്രീനിവാസനും അതിൽ നല്ലൊരു വേഷമുണ്ടായിരുന്നു. അഭിനയിക്കാൻ വന്നപ്പോൾ തിരക്കഥ ഞാൻ ശ്രീനിയുടെ കയ്യിൽ കൊടുത്തു. ലോഹി എഴുതിയപ്പോൾ ഇത് നന്നായി. എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. തർക്കിക്കാൻ നിന്നാൽ നിങ്ങൾ എന്നെ അവിടെ പിടിച്ചു നിർത്തും. അതുകൊണ്ടാണ് ഞാനന്ന് ആ കൊലച്ചത് ചെയ്തത് എന്ന് പറഞ്ഞ് ശ്രീനി ചിരിച്ചു. തിരക്കഥ എഴുത്ത് ഒരു ജോലിയായി ശ്രീനി കണ്ടിട്ടില്ല. അനുഭവങ്ങളും അറിവുകളുമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നമുക്ക് കടക്കാർ ആരുമില്ലാത്ത എവിടെയെങ്കിലും പോകാം മോനെ എന്ന് സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ അമ്മ പറയുമ്പോൾ നമ്മൾ അറിയുന്നില്ല യഥാർത്ഥ ജീവിതത്തിൽ ശ്രീനിയുടെ അമ്മ ശ്രീനിയോട് പറഞ്ഞ വാക്കുകളാണ് അതെന്ന്. TP ബാലഗോപാലൻ എന്ന സിനിമ മുതൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ സൗഹൃദം. അത് എഴുതാൻ വന്നപ്പോൾ ശ്രീനി എന്നോട് ആദ്യം പറഞ്ഞത്, ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് എഴുതാൻ കഴിയുമെന്നും തോന്നുന്നില്ല, ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നാണ്. ആ ശ്രമം സിനിമാ ജീവിതത്തിൽ എനിക്കൊരു വഴിത്തിരിവായി എന്നത് ചരിത്രം.
ബാലഗോപാലൻ തൊട്ടാണ് സിനിമയിൽ എൻ്റെ ദിശ ഏതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരുപോലെ ചിന്തിക്കുകയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന രണ്ടുപേരുടെ കൂടിച്ചേരലായിരുന്നു അത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിത സാഹചര്യങ്ങൾ ഏകദേശം ഒരുപോലെയായിരുന്നു. ഇടത്തരക്കാരുടെ പ്രശ്നങ്ങൾ നർമ്മത്തിൻ്റെ കണ്ണിലൂടെയാണ് രണ്ടുപേരും കണ്ടിരുന്നത്. എത്ര തീവ്രമായ വിഷമമായാലും അതിനെ നർമ്മം കൊണ്ട് പൊതിയാനായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. വരവേൽപ്പും സന്ദേശവുമൊക്കെ തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങളാണ്. ശ്രീനിവാസൻ അതിനെ തമാശയുടെ ചരടിൽ കോർത്താണ് തിരക്കഥയാക്കി രൂപപ്പെടുത്തിയത്. ചില രംഗങ്ങൾ മനസ്സിൽ തെളിഞ്ഞാൽ കടലാസിലേക്ക് പകർത്തും മുൻപ് പരസ്പരം പറഞ്ഞും വിശദീകരിച്ചും ഞങ്ങൾ തന്നെ ആർത്തു ചിരിക്കും. അങ്ങനെ ആസ്വദിച്ചുണ്ടാക്കുന്ന രംഗങ്ങൾ പത്തിരട്ടി ചിരിയോടെ പ്രേക്ഷകർ ഏറ്റെടുക്കും. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ഗൂർഖ കള്ളനെ പിടിച്ചുവെന്ന് കാണിക്കാൻ ശ്രീനിവാസൻ തന്നെ കള്ളനായി വേഷമിട്ട് വരുന്ന രംഗമുണ്ട്. എഴുതുന്നതിന് മുൻപ് തന്നെ ആ സീൻ മനസ്സിൽ കണ്ട് മദ്രാസിലെ ഹോട്ടലിൽ ഞങ്ങൾ ചിരിച്ചു മറിഞ്ഞു. അത് കണ്ടുകൊണ്ട് സംവിധായകൻ ജി അരവിന്ദൻ മുറിയിലേക്ക് വന്നു. രണ്ടാൾക്കും വട്ടായിപ്പോയോ എന്നാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത്. ശ്രീനി വിശദമായി ആ രംഗം പറഞ്ഞു കൊടുത്തപ്പോൾ പൊതുവെ മൗനിയാണെന്ന് എല്ലാവരും പറയാറുള്ള അരവിന്ദേട്ടൻ ചിരിച്ച് അത് നിർത്താൻ പാടുപെടുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. നാടോടിക്കാറ്റാണ് ശ്രീനിവാസൻ ഏറ്റവും കൂടുതൽ സമയമെടുത്തെഴുതിയ തിരക്കഥ. ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ ആ കഥ ചർച്ച ചെയ്ത് കേരളം മുഴുവൻ അലഞ്ഞിട്ടുണ്ട്. ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ് വേണ്ടത്ര വിജയിക്കാതെ പോയതിൻ്റെ പേടിയും മനസ്സിലുണ്ടായിരുന്നു. ഒരു ധൈര്യത്തിന് വേണ്ടി മൂകാംബികയിൽ പോയെന്ന് തൊഴുതു വന്നാലോ എന്ന് ചോദിച്ചപ്പോൾ അതിനും ശ്രീനി സമ്മതിച്ചു. മംഗലാപുരത്ത് നിന്ന് ബസ്സിൽ കയറി കൊല്ലൂരിലും അവിടെ നിന്ന് മറ്റു യാത്രക്കാരുടെ വാടക ജീപ്പിൽ കുടജാദ്രിയിലും പോയി. ഭട്ടിൻ്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ച് രാത്രി അവിടെ തന്നെ കൂടി. നല്ല തണുപ്പുണ്ടായിരുന്നു. തികഞ്ഞ ഏകാന്തതയിൽ കുടജാദ്രിയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കി ഏറെ നേരം നിന്നു. കാറ്റത്താരോ ഒരു ചുവന്ന തുവാല വീശി ഉണക്കുന്നത് പോലെ കാട്ടുതീ എന്ന് MD എഴുതിയ ദൃശ്യം നേരിട്ട് കണ്ടു. സംവിധായകൻ, നടൻ, എഴുത്തുകാരൻ എന്ന പരിവേഷങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോയിരുന്നു. നമ്മളൊക്കെ എത്ര ചെറിയവരാണല്ലേ എന്ന് ശ്രീനി ചോദിച്ചു. ശരിക്കും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. പിറ്റേന്ന് താഴേക്ക് നടന്നിറങ്ങി സൗവർണികയിൽ മുങ്ങിക്കുളിച്ചു. അമ്പലത്തിലെ പ്രസാദമൂട്ടിന് എല്ലാവരോടും ഒപ്പം ഇരുന്നു ഭക്ഷണം കഴിച്ചു. 1-2 പേരൊഴികെ ആരും ശ്രീനിയെ തിരിച്ചറിഞ്ഞില്ല. നാടോടിക്കാറ്റ് സൂപ്പർ ഹിറ്റായപ്പോൾ ഞാൻ പറഞ്ഞു, മൂകാംബികയുടെ അനുഗ്രഹം അല്ലേ ശ്രീനി? ആണെന്നോ അല്ലെന്നോ ശ്രീനി പറഞ്ഞില്ല. സിഗരറ്റിന്റെ പുക ഊതി വിട്ടുകൊണ്ട് നിസ്സംഗനായിരുന്നു. ദൈവമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്നാണ് ശ്രീനി പറയാറുള്ളത്. വിശ്വാസി അല്ല, എന്നാൽ വിശ്വാസത്തിന് എതിരുമല്ല. ഇത്രയേറെ സാമൂഹ്യ നിരീക്ഷണമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ലോകരാഷ്ട്രീയത്തിലുണ്ടാകുന്ന ഓരോ ചലനവും ശ്രീനി ശ്രദ്ധിക്കാറുണ്ട്. സന്ദേശത്തിലെ പ്രകാശനും കോട്ടപ്പള്ളി പ്രഭാകരനും തമ്മിൽ പോരടിക്കുമ്പോൾ പറയുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ അതറിയാം. പോളണ്ടിനെ പറ്റി ഒരക്ഷരം പറയരുതെന്ന് എഴുതിയത് ആ വാക്കുകളുടെ ആഴം കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ശ്രീനിവാസൻ അരാഷ്ട്രീയവാദിയാണെന്ന് പറയുന്നവരുണ്ട്. നേതൃത്വം പറയുന്നതെന്തും കണ്ണടച്ച് വിഴുങ്ങുന്ന രാഷ്ട്രീയ അന്ധവിശ്വാസികളുടെ അഭിപ്രായമാണത്. വിമർശനം ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. അതിന് വിവേകം വേണം. റിലീസ് ചെയ്ത് 34 കൊല്ലം കഴിഞ്ഞിട്ടും സന്ദേശത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നും തോൽക്കുന്ന പാർട്ടികൾക്ക് പിടിവള്ളി സജീവമാകുന്ന അന്തർധാരയും താത്വിക അവലോകനങ്ങളും തന്നെയാണ്. രാഷ്ട്രീയത്തെ മാത്രമല്ല, താൻ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയെയും ശ്രീനിവാസൻ ശക്തമായി വിമർശിച്ചിട്ടുണ്ടല്ലോ. മലയാള സിനിമയുടെ നേർക്ക് തിരിച്ചുവെച്ച കണ്ണാടി തന്നെയാണ് ഉദയനാണ് താരം. കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ അവസാന ഭാഗത്ത് മമ്മൂട്ടിയുടെ ഒരു പ്രസംഗമുണ്ട്. സൂപ്പർ സ്റ്റാർ അശോക് കുമാർ തന്റെ പഴയകാല സുഹൃത്ത് ബാർബർ ബാലനെ ഓർമ്മിക്കുന്ന രംഗം. അത് കണ്ട് കണ്ണു നനയാത്തവർ ചുരുക്കമാണ്. 15 ദിവസത്തോളം എടുത്താണ് താൻ ആ പ്രസംഗം എഴുതിയതെന്ന് ശ്രീനി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എഴുതിയത് തന്നെ വീണ്ടും വീണ്ടും മാറ്റി എഴുതും. വാചകങ്ങളുടെ ഘടന മാറ്റും. അവസാനം എഴുതിയത് വീണ്ടും എടുത്ത് വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഇത് വർക്കാകുമെന്ന് അപ്പോൾ തോന്നി. മമ്മൂട്ടിക്ക് സീൻ വായിക്കാൻ കൊടുത്ത് മാറി നിന്ന് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. വായിച്ചു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി കണ്ണു തുടയ്ക്കുന്നത് ഞാൻ കണ്ടു. സിനിമയിലെ ഓരോ സീനും നന്നാകുന്നത് അതിനുവേണ്ടി മനസ്സുരുകി പരിശ്രമിക്കുന്നത് കൊണ്ടാണ്. ശ്രീനിയുടെ മറ്റൊരു മുഖം കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ് ഞങ്ങൾ. ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിലെത്തിയപ്പോൾ ശ്രീനിവാസൻ ഒരു കത്തും കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. വീട്ടിലെ വിലാസത്തിൽ വരുന്ന കത്തുകളെല്ലാം എടുത്തുകൊണ്ടുവന്ന് സമയം കിട്ടുമ്പോൾ ഓരോന്നായി വായിക്കുകയാണ് പതിവ്. അങ്ങനെ വന്ന ഒരു കത്താണ്. ഇതൊന്ന് വായിച്ചു നോക്കൂ എന്നും പറഞ്ഞ് കത്ത് എൻ്റെ കയ്യിൽ തന്നു. ശ്രീനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഡൽഹിയിൽ നിന്ന് എഴുതിയ കത്താണ്. ഞാനത് വായിച്ചു തുടങ്ങിയപ്പോൾ ശ്രീനി പറഞ്ഞു, വേണ്ട, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പിന്നെ ശ്രീനി അത് വായിക്കാൻ തുടങ്ങി. നെഞ്ചുലയ്ക്കുന്ന കത്തായിരുന്നു അത്. ഒരാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളാണ്. വായിച്ച് ഒരു ഘട്ടമെത്തിയപ്പോൾ ശ്രീനി ഏങ്ങി കരഞ്ഞു. അത് കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. കരയാൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മാലിന്യമില്ലാത്ത മനസ്സിൽ നിന്ന് കണ്ണീരിൻ്റെ ഉറവ ഒഴുകി വരൂ. നിർമ്മലമായ മനസ്സാണ് ശ്രീനിയുടേത്. മലയാളികളെ മുഴുവൻ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഇടയ്ക്കൊക്കെ കരയിക്കാനും ശ്രീനിക്ക് കഴിഞ്ഞത് അങ്ങനെ ഒരു മനസ്സുള്ളത് കൊണ്ടാണ്. ശ്രീനിവാസൻ ഇനിയില്ല, അതൊരു സത്യമാണ്. പക്ഷേ ആ സത്യം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ല. സത്യൻ അന്തിക്കാട് പറഞ്ഞു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മലയാളികളുടെ എല്ലാം പ്രിയങ്കരനായ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഹാനായ കലാകാരൻ ശ്രീനിവാസനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രീനിവാസൻ സംവിധാനം ചെയ്ത അല്ലെങ്കിൽ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ അതുമല്ലെങ്കിൽ ശ്രീനിവാസൻ അഭിനയിച്ച ചിത്രം ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ശ്രീനിവാസൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയെ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക.